അയ്യോ കുളിസിയും വിട്ടു നോക്കുന്നു. അവിടെ ഒട്ടാക്കിയതാണോ ഇനി? ഡ്രില്ലിംഗ് മെഷീൻ കാണിച്ച അതിനാണോ? നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നത് അജിത് സാറിന്റെ വാലി മൂവിയാണ്. അപ്പൊ നമ്മൾ ഏകദേശം ആ ഒരു മൂവിയുടെ ഒരു ഇന്റൻസിറ്റിയിലോട്ട് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പ്രത്യേകിച്ച് കഴിഞ്ഞ സീനിൽ ആ ഒരു കാറിന്റെ ആ ഒരു ഫാനിന്റെ അടുത്ത് കൈയൊക്കെ വെച്ചിട്ട് ആള് ഭയങ്കരമായിട്ട് സീൻ ഉണ്ടാക്കി. പ്രത്യേകിച്ച് ആ ഒരു ഫസ്റ്റ് നൈറ്റ് കൊളാക്കാന്നുള്ളൊരു സംഭവം. അതിന്റെ ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഫസ്റ്റ് ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യും. എത്രത്തോളം നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടപ്പെടുത്തിയോ അത്രത്തോളം അതിനെ വെറുക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്ന പോലെ ഉണ്ട് ഏകദേശം. പ്രത്യേകിച്ച് ആളുടെ കുറെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്തോ ഒരു വെറി തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവം സമയത്ത് ആ ഒരു കണ്ണൊക്കെ എന്താ പറയുക, നമ്മൾ പറയാം അഡിക്ഷൻ. അതായത് നമ്മളിപ്പോ മദ്യത്തിൽ അഡിക്ഷൻ, പുകവലിയിൽ അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ക്യാരക്ടറിന്, സിമ്രൻ മാമിന്റെ ആ ഒരു ക്യാരക്ടറിനോട് ഭയങ്കര അഡിക്ഷൻ ആണ് ആൾക്ക്. അവിടെ ആ ഒരു ബ്രദറിന്റെ വൈഫാണ് അല്ലെങ്കിൽ എന്താ പറയാ എന്റെ സ്വന്തം ബ്രദർ ആണ് എന്നുള്ളൊരു ചിന്തകളോ സംഭവങ്ങളോ ഒന്നും വരുന്നില്ല. ആള് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ആളുടെ ഉള്ളിൽ എന്തൊക്കെയോ ടോക്സിക് സാധനങ്ങളുണ്ട്. ആൻഡ് ഇമാജിൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഒരു നമ്മൾ പറയില്ലേ ഭയങ്കര ഒരു ലസ്റ്റ് രീതിയിലാണ് ശരിക്കും ആള് ഭയങ്കര ഇമാജിൻ. അതായത് പ്യുവർ ആയിട്ടല്ല, ആ ഒരു പ്യുവർ സ്നേഹം എന്നുള്ള രീതിയിലൊന്നല്ല, എന്തോ ഒരു അതൊക്കെ ഇമാജിനേഷനാണ് കാണിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ സീനിലുള്ള ഒരു അജിത് സാറിന്റെ ഓരോ സ്ഥലത്തുള്ള ഇമോഷൻ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തുള്ള ആ ഒരു ഫീലിങ്സ് കാണിക്കുന്നതും എല്ലാം ഗംഭീരമായിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ആനിമൽ എഫക്ട് പല സ്ഥലത്ത് എനിക്ക് കാണാൻ പറ്റും. ഒരു ആനിമൽ എന്നുള്ളല്ലേ എന്തോ ആ പുള്ളിക്കാരനെ കിട്ടിയ കടിച്ച് തിന്നുകളെന്നുള്ള രീതിയിലൊക്കെ ഉള്ള എക്സ്പ്രഷൻ ആണ്. കണ്ണിന്റെ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്ന വേറെ ലെവലായിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു ഉളത്തരം കാണിച്ചിട്ടുണ്ട് കൈ വെച്ചിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് അതിന് ശേഷമുള്ള ഒരു സീനാണ്. എന്തായാലും നേരെ സീനിലിട്ട് തുടങ്ങാം. ഓ ഹോസ്പിറ്റലിലായല്ലേ പിന്നാവില്ലേ കൊളവാക്കി അന്നത്തെ ദിവസം അല്ലേ. ഓ எப்படின்னா இருக்கு? என்னடா இது? என்ன கேட்ட? நைட் பேசாம ரூம்ல படுத்து தூங்க வேண்டியதானே? காஷ் எடுத்து போய் யாரோட சொன்னது? எல்லாத்தையும் நீயே பண்ணணும்னு நினைக்கிறது சரி. ஆனா எதை எப்ப பண்றது இல்ல? சார் ப்ளீஸ் டோன்ட் கெட் அப்செட். இல்லங்க, இவ எப்பவுமே இப்படிதான். எல்லாத்துக்கும் அடம் பிடிக்க வேண்டியது. நான் தான் குக் பண்ணேன், நான் தான் கார்டனிங் பண்ணேன், நான் தான் கார் க்ளீன் பண்ணுவேன். நைட் 11 மணிங்க. நைட்லயா? ஆமாங்க. எங்க ஹனிமூன் கன்ஃபர்ம்டா கார் போய் ரெடி பண்ணிட்டான். காரை ரெடி பண்ணிட்டா கையை உடைச்சிட்டான். நீங்களே சொல்லுங்க, அவன் அவனை பத்தி கொஞ்சமாவது கால் பண்ணல. எங்களை பத்தி நினைச்சிட்டு இருந்தா சரி சார். അങ്ങനെ பரமா நடந்து போச்சு. ஆக்சிடென்ட் அப்படிதான் நடக்கும். என்ன இது ஒரு 15 நாளைக்கு அப்புறம் நடந்திருக்கணும். இல்ல உங்க அண்ணன் பிளான் பண்ணி நேத்தி மலேசியா போயிருக்கணும். மலேசியாவா? வேர்ல்ட் அட்வர்டைசிங் கான்ஃபரன்ஸ் மலேசியால நடக்குது. இந்தியால இருந்து 5 கம்பெனி தான் கலந்துக்குது. அதுல நம்ம கம்பெனி ஒண்ணு. நீங்க திடீர்னு மேரேஜ் பண்ணிட்டதால ட்ரிப்பை கேன்சல் பண்ணிட்டு இன்னைக்கு போலான்னு இருந்தாரு. அப்படி ஆயிடுச்சு. இப்ப என்ன பண்றது? நான் போயிட்டு வரேன். ഓ இல்ல என்ன இல்ல இல்ல ஒண்ணும் இல்ல. நான் சொல்றத கேளுங்க. நீங்க போய் நான் போறதுக்கு நான் ஏற்பாடு பண்ணேன். சார் நான் சொல்றேன்ல, போங்க ப்ளீஸ். ഓ ഇനി പ്ലാൻ ആയിരുന്നു അത്. അല്ല ഇനി ഉണ്ടാവും ഇനി അങ്ങനെ. அப்ப நான் ஈவினிங் கிளம்புறேன். நீ தான் இங்க இருந்து அண்ணன் பாத்துக்கணும். கல்யாணம் ஆகி ஃபர்ஸ்ட் நைட் கூட நடக்கல. ஜாலியா வைஃபை கூட்டிட்டு ஹனிமூன் போக வேண்டிய ஹஸ்பண்ட். அது பதிலா வைஃபை தனியா விட்டுட்டு பிசினஸ் விஷயமா மலேசியா போறோம். அதுவும் 15 days. ഓ மனசு கஷ்டமா தான் இருக்கும். என்ன நீ தப்பா நினைக்கல? ஏன் இப்படி பேசுற? நீ இப்படி சொல்லலன்னா தான் நான் தப்பா நினைச்சிருப்பேன். எனக்கு கஷ்டம் பிரியே. உனக்கும் அதே கஷ்டம் தானே. உங்க அண்ணனுக்காக நீ என்ன ஏத்துக்கும் போது உனக்காக நான் ஏத்துக்க மாட்டேனா? ஆக்சுவலா இந்த மாதிரி விஷயத்துல தான் எனக்கு ரொம்ப பிடிச்சிருக்கு. உங்க அண்ணன் கூட நான் எப்படி வச்சு போயிடுறேன். உன்னோட இந்த கைண்ட்னஸ், உன்னோட இந்த அஃபெக்ஷன். I love you, Shiva. I love you. ഓ അവിടെ ഓ ഭയങ്കര ഇല്ലനല്ലേ ഇവിടെ ഒന്നും കണ്ടോണ്ടിരിക്കുന്ന. ഷെയ്ഡ് മാറുന്നല്ലോ. അതൊരു ആ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു മേക്കിംഗ് അല്ലേ. என்ன நல்ல தூக்கமா? ഓ உடம்புல சூடா இருக்கு. டாக்டர் காய ஆய் போச்சு சொன்னாரே.
ഫുൾ എക്സ്പ്രഷൻ ഫുള്ള് വേറെ. ஏன் சொல்றாங்கல்ல, நீங்க சாப்பிடாம படுத்தீங்கல்ல, அதான். முதல்ல எந்திரிச்சு உட்காருங்க, கார்ன்ஃபிளேக்ஸ் சாப்பிடலாம். മോനെ ഒരു എക്സ്പ്രഷൻ ആയിട്ടാ ഇങ്ങനെ നോക്ക്, സ്റ്റെയറിങ്. ഡൗട്ട് അടിക്കോ പുള്ളിക്കാരത്തേക്ക്? വൃത്തിയേട്. வாசனையா? சோப் வாசனை, லக்ஸ் சோப். இந்த விளம்பரம் நீங்க தானே பண்ணீங்க? The secret of film stars. Am I right? പരസ്യമാണത്. ഇല്ല, അവിടെ പിടിച്ചില്ല, എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട്. ஏற்கனவே 89 ரூபா 40 காசு பாக்கி, அதை கொடுத்துறேன்பா. என்ன லோக்கல் கிலோஸ் மாதிரி நீ இன்சல்ட் பண்ண? நீ 89 ரூபா 40 காசு எடுத்து வையா. அப்படியா? என்ன பத்தி கேட்டீங்க? நீ பணத்தை கட்ட இந்த காட்டிக்கிட்டு இருக்க. 500 ரூபாயா? பார்த்ததே இல்ல. எடுத்து உள்ள வை, அதுல என் கடன் அடைச்சுக்க, மிச்ச பணத்தை நீயே வச்சுக்க, அடுத்த கடன் வாங்கும் போது அட்ஜஸ்ட் பண்ணிக்க. அண்ணன் என்ன கேட்டாலும் கொடுறா. உனக்கு ஏன் இந்த 500 ரூபா? இன்னைக்கு இருந்து நான் ஒரு மெடிக்கல் ரெப்ரசன்டேட்டிவ். இந்த பேக் எது? ஒரு மெடிக்கல் ரெப்ரசன்டேட்டிவ். பாத்ரூம் போறேன், பையன் பார்த்து போட்டு உள்ள போனாரு. வெளியே வந்து பார்த்தா பையன் காணோம். என்னாச்சு? நான் எடுத்து வந்துட்டேன்ல. இன்னைக்கு இருந்து உங்கள் அனைவருக்கும் இலவச மருத்துவம். ஐயா, பாப்பா, உனக்கு என்ன வேணும்? நீங்க பேசுனதெல்லாம் நான் கேட்டுட்டு தான் இருந்தேன். நீங்க என் குழந்தைய மாதிரி சார். அதுக்காக பொங்கல் வச்சு கடை வெட்ட போறியா? எனக்கு மருந்து வேணும். அந்த மருந்து கடையில போய் கேட்க வேண்டியதானே? அவன் காசு கேட்கறான். அப்ப டாக்டர் போ, அவர் ஃபீஸ் கேட்கிறேன். இங்க பார்த்தா எப்படி இருக்கு உங்களுக்கு? எங்க இருந்தா கிடைச்சா உங்களுக்கு? நீ என்ன கேட்டீங்க? 500 ரூபாய் கொடுத்தேன். அப்ப நீங்க காசோட நிறுத்தானே. எனக்கு இருந்தாலும் இந்த நேஸ்டி அட்மாஸ்பியர் பிடிக்கல தம்பி. நீ 6 மணிக்கு மேல பார்த்துட்டு வா, அப்புறம் உடம்பை செக்அப் பண்ணிட்டு அப்புறம் மருந்து கொடுத்துறேன். சரி சார், என்னால பார்க்கலாம் வர முடியாது. ஏன்? எனக்கு 5 மணிக்கு மேல 2 கண்ணு தெரியாது சார். மை காட், ஐ எம் வெரி சாரி பா, வெரி சாரி. நீ இங்கே உட்காரு, நான் உன்னை பாக்குறேன். சரி சார், என்னால உட்கார முடியாது. ஏன்? எனக்கு மூலம், உள் மூலம் வெளி மூலம் ரெண்டுமே இருக்கு. வேற என்னப்பா? ஆதி மூலம். கையை கொடு, பல்சாவது பாக்குறேன். சாரி சார், என்னால கையெல்லாம் கொடுக்க முடியாது, நீங்களே புடிச்சு பாக்குங்க. அது ஏன்? 2 மாசம் முன்னாடி பக்கவாதம் வந்ததுல என் 2 கையும் விழுந்து போச்சு. பக்கவாதம் இல்லப்பா, அது பக்காவாதம். பாவமா இருக்கு. ஒரு டீயால் சாப்பிடுறியா? ஐயோ, நான் டீ காஃபி எல்லாம் சாப்பிடுறது இல்லை சார். ஏன் பழக்கம் இல்லையா? இல்ல சார், எனக்கு சக்கரை வியாதி. ஷுகரா? எல்லாம் உண்டோ? ரத்தப்பதிக்கு வந்தப்போ அதுவும் சேர்ந்து வந்துருச்சு. ரத்தப்பதி பேர் இருந்தா டிபி வந்த போது அதுவும் ஜாயிண்ட் ஆயிடுச்சு சார். இந்த இடம் சரியில்லை, நடந்துட்டே பேசலாம். சரி சார், என்னால ரொம்ப தூரம் நடக்க முடியாது. ஏன்? காலில் ஆடி சார். அட பாவி, ஒரு உடம்புக்குள்ள 1 கோடி வியாதி. நீங்க ஏதோ பேசுறீங்கன்னு தெரியுது. எதுவா இருந்தாலும் இந்த பக்கம் வந்து பேசுங்க சார். ஏண்டா? மஞ்சக்காமரம் வந்ததுல இருந்து இந்த பக்கத்து காது கேட்கறதே இல்லை சார். இப்ப நான் உனக்கு என்னடா பண்ணணும்? ஒரு மருந்து, ஒரே மருந்து, அதுல என்னோட எல்லா வேலையும் குணம் ஆகணும். எடுத்துக்கடை, இதை நானே டீல் பண்ணிக்கிறேன். ஏன்டா? சாயந்தரம் 5 மணிக்கு மேல உனக்கு 2 கண்ணு அழிஞ்சு போச்சு, ஒரு காது தீஞ்சு போச்சு, கையை 2 ஓஞ்சி போச்சு, நெஞ்சு டிவியில காஞ்சி போச்சு, சீட்டு மூலத்துல தேஞ்சு போச்சு, பத்தாததுக்கு கால்ல ஆணி பாய்ச்சி போச்சு. இது எல்லாமே உனக்கு ஒரு மருந்துல குணமாகணும். ஆக்குறேன்டா, ஆக்குறேன். இந்தா அந்த ஒரே மருந்து. இது எப்படி? சாப்பாட்டுக்கு அப்புறமா? இதுதான்டா சாப்பாடு. 3 வேளையுமா? ஒரே வேலை. தேங்க்ஸ், இதத்தான் நான் எதிர்பார்த்தேன். நீ உயிரோட இருக்க மாட்டேன். ஏன்னா எரி மருந்துடா. மனுஷன் தான் வைத்திய பார்க்கணும். இன்னும் 20 நிமிஷத்துல சாக போற டெட் பாடிக்கெல்லாம் என்னால மருந்து சொல்ல முடியாது. பணம் அப்படியே ஒரு ஆட்டோ பிடிச்சி நேரா போய் கண்ணமா போயிட்டு நீயே படுத்துக்க. அட்லீஸ்ட் கூட தூக்கிட்டு போற செலவு, மியூசிக் பார்ட்டி செலவாது எங்களுக்கு மிஞ்சும். இங்கே போயிட்டானே, வாயில இருக்க காசு எடுத்து நெத்தியில வைக்கிறா. ഒരു സ്കിറ്റ് പോലെ അവിടെ കാണിച്ച ആ സീൻ അല്ല, വേറെ തന്നെ കാണിച്ചില്ലേ? ഇതൊന്നും വിവേകിനെ കാണിക്കാനില്ല. അതെ അതെ അതെ, അത് മാത്രല്ല സീൻ മാറ്റണ്ടേ. He's fine. You know, 2 days the bandage remove பண்ணலாம் டாக்டர் சொல்லிருக்காரு. இது ஆல்ரைட், நோ ப்ராப்ளம். he's fine. பாட்டி கூட நல்லா இருக்காங்க. 2 பேரும் மார்க்கெட் போயிருக்காங்க, இப்போ வந்துருவாங்க. அப்புறம் நீ எப்படி இருக்க? நான் சந்தோஷமா தான் இருக்கேன். நீ எப்படி இருக்க? நீ உண்மையாவே சந்தோஷமா இருந்தா நானும் சந்தோஷமா தான் இருக்கேன். ആൾക്ക് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ? 3 നാളില് വരുന്നൊക്കെ പറഞ്ഞില്ലേ? അത് പൊട്ടിപ്പോയാ? ഡ്രില്ലിംഗ് മെഷീൻ എന്തൊന്നും
അയ്യോ കുളിസിയും വിട്ടു നോക്കുന്നു. അവിടെ ഒട്ടാക്കിയതാണോ ഇനി? ഡ്രില്ലിംഗ് മെഷീൻ കാണിച്ച അതിനാണോ? ആയിരിക്കും. അവിടെ എങ്ങനെ ഹോള് വരിക? അങ്ങനെ ചെയ്തിരിക്കും ചിലപ്പോ. പക്ഷെ വീട്ടില് വേറെ ആൾക്കാരൊന്നും ഇല്ലേ അപ്പൊ? തെറ്റിദ്ധരിച്ച പോലെ അല്ലേ? പക്ഷെ അവിടെ ആള് മാത്രല്ലേ ഉള്ളൂ. അല്ലല്ല ഇവിടെ ഉണ്ടല്ലോ, അനിയത്തിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, പക്ഷെ അങ്ങനെ ആരാ വന്നത് മുന്നിട്ട് പോകുന്നു. அதெல்லாம் ஒண்ணும் தெரிய வேண்டாம். முதல்ல என் கண்ணு தெரியணும். கண்ணு என்ன? ஐயோ நோ நோ, மினிமம் ½ hour ஆவது என்ன தலையில இருந்தா தான் நல்லது. அண்ணி இருங்க வந்துடுறேன். வேண்டாம், கண்ணு நல்லா மூடிக்கங்க. അയ്യോ ഇനി പുള്ളിക്കാരൻ വരും. മറ്റൊരു ഭയങ്കരമായിട്ടുള്ള ഇതിലാണ് കാണിക്കുന്നത്. തമിഴ് മൂവിയാന്ന് തോന്നുന്നില്ല. അങ്ങനെയല്ല, ശരിക്കും എന്താ ഭയങ്കര ഒരു ടെറർ ഫീല്. മറ്റേ ബീജിയം അന്ന് ഫസ്റ്റ് കാണിച്ച ബീജിയം. ഇപ്പൊ മനസ്സിലായി എന്തിനാണ് സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിയത്. അന്ന് ചോദിക്കുന്നുണ്ടല്ലോ വലിയ ആളാണ്. பெரிய பியூட்டி பார்லர் வச்சிருக்கேன்னு நினைக்கிறேன். ஷீலா ஏன் நிறுத்திட்ட? ஷீலா வரேன். இப்பதான் வரியா? அவன் போன் பண்ணிட்டு குப்பரா பண்ணிட்டு வரேன். ഒരു ഹൊറർ പടം പോലെ ഏകദേശം. ഡൗട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലെ? ഡൗട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ? അങ്ങനെ വരില്ലേ? എന്തായാലും ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. ആ കുളിക്കുന്ന സ്ഥലത്തും തോന്നിയില്ലായിരുന്നോ? ഫുള്ള് സ്കാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ആള് കൈ മുറിയോ? ഡൗട്ട് ഉണ്ട്. ചേട്ടാ അധികം കാണിക്കുന്നുണ്ടല്ലോ. മുറിഞ്ഞു. കൈ കഴുകിയിട്ട് ഇതാക്കി. ഡൗട്ട് അടിച്ച് സീനായിരിക്കും ഇനി വരുമ്പോ പറയോ? സാധ്യതയുണ്ട് എന്താന്നുള്ള. പക്ഷെ സീന് ഭയങ്കര ഒരു അല്ലെ അങ്ങനെ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അജിത് സാറിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ എന്റെ ആൾക്ക് ഇത് തന്നെ, അതായത് വേറെ ഒരു സംഭവം ഇല്ല. അത് തന്നെ, അതായത് എന്താ പറയാ, സിമ്രൻ മാമിന്റെ ആ ഒരു ക്യാരക്ടറിനെ കാണുമ്പോ അപ്പൊ എന്തായാലും ഒരു ഭയങ്കര വെറി സംഭവമാണ് ഫുള്ള് കാണിക്കുന്നത്. അത് എസ് സൂര്യന്റെ ഡയറക്ടർ വല്ലാണ്ട് എടുത്തിട്ടുണ്ട് ആ സാധനം. അത് അതിന്റെ ഇടയിൽ ആ ഒരു വിവേകിന്റെ കോമഡി കാണിച്ചെന്ന് എനിക്ക് തോന്നുന്നു വേറെ ഒരു മാറ്റാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ ആയി പോകില്ലേ. അതായത് ജസ്റ്റ് ഇങ്ങനെ ആള് ട്യൂണൊന്നല്ല, എന്താ പറയാ, എന്തെന്നാ ഞാൻ പറയുന്നത്, എന്തോ ഒരു അവസരം കാത്തിരിക്കുന്ന ഒരു ആളെ പോലെ, ഒരു കഴുകിനെ പോലെ ഇങ്ങനെ നോക്കിയിരിക്കണം. ബ്ലഡ് എന്താ പറയാ ഡ്രിങ്കിങ് എന്ന് പറയില്ല, അതുപോലെയാണ് ശരിക്കും. എന്താ പറയാ, ആ ഒരു ക്യാരക്ടറിനെ അമ്മാതിരി പോർട്രേ ചെയ്തിട്ടുണ്ട് അജിത് സാർ. ശരിക്കും എനിക്ക് തോന്നുന്നു മറ്റേ ക്യാരക്ടർ കുറച്ചും കൂടി ഈസി ആയിരുന്നു. പക്ഷെ ഈ ക്യാരക്ടറാണ് കുറച്ച് ഡിഫിക്കൽട്ട്. ഈ ക്യാരക്ടർ ഭയങ്കര, നമ്മൾ പറയില്ലേ, ആ ഒരു സിനിമയില് കംപ്ലീറ്റ് ആ ജോണർ എന്താണോ നമുക്ക് തന്നിട്ടുള്ളത് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാണ്ട്. എന്റെ മോനെ ഇനി എന്തായിരിക്കും. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം സിമ്രൻ മാമിനെ മനസ്സിലായി. അതായത് എന്താ പറയാ, ഇങ്ങേര് ശരിയല്ല. അതായത് കുളി സ്ഥലത്തൊക്കെ അങ്ങനെ എത്തി. ബാക്കി 2 ലേഡീസ് അല്ലേ അവിടെ ഉള്ളത്, അവരിങ്ങനെ വന്ന് എത്തി നോക്കേണ്ട ആവശ്യം. അപ്പൊ എന്താ പറയാ, ചെറിയൊരു ഡൗട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഏകദേശം പ്രത്യേകിച്ച് ആ ഒരു മസാജിങ്ങിന്റെ സ്ഥലത്താണ് കുറച്ചും കൂടി കൺഫേം ആയത്. കാരണം അവിടെ ശബ്ദം കേൾക്കില്ലേ, അതായത് എന്താ പറയാ, ലൈക്ക് ആ ഒരു ശബ്ദം, എന്താ പറയാ, ശ്വാസം എടുക്കുന്ന ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അതും അവിടെ പുള്ളിക്കാരൻ നോക്കി കഴിഞ്ഞപ്പോ അത് കുറെ സ്ഥലത്ത് ഡൗട്ട് അടിച്ച് ലാസ്റ്റ് ഇപ്പൊ കൺഫേം ആയി. കൈ മുറിഞ്ഞ സമയത്ത്
സമയത്താണെങ്കിലും പിന്നെ ആള് നല്ലോണം ബലം പിടിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ ജസ്റ്റ് കൈ മുറിഞ്ഞൊരു ജസ്റ്റ് വായല വെച്ച് ഓക്കെ അത് അത്ര ഓക്കെ ആണ്, പക്ഷെ ആള് വിടുന്നുണ്ടായിരുന്നു. സോഫ്റ്റ് അല്ല, ഒന്നിനും സോഫ്റ്റ് അല്ല. ആ ഒരു സോഫ്റ്റ് അല്ലാത്തോണ്ട് തന്നെ ഭയങ്കര ടോക്സിക്. അത് മെയിനായിട്ട് ആ ക്യാരക്ടറിന് അങ്ങനെ പറയാം, ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ഇവൻ എന്തോ നമ്മൾ പറയില്ലേ മറ്റേ ക്യാരക്ടർ അജിത് സാറിന്റെ ആ ഒരു യങ്ങർ ബ്രദർ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൂൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഇത് ഭയങ്കര ഒരു ടോക്സിക്. അതായത് ഇങ്ങനത്തെ ഒരു ടോക്സിക് ക്യാരക്ടേഴ്സിനെ ഒന്നും ആർക്കും ഒരിക്കലും ലൈഫിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല. അത്തരത്തിൽ ഒരു ടോക്സിസിറ്റിയാ ഉള്ളത്. അപ്പൊ എന്തായാലും എന്റെ അടുത്ത സീൻ നോക്കാം. അജിത് സാറ് വരുന്നുണ്ട്, പിന്നെ ഇവിടെ പറയോ പുള്ളിക്കാരത്തിന് ഈ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ നടക്കുന്നത്, ഇനി ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, ഒക്കെയാണ് ശരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം.